ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് രാവിലെ ടൈം ഇല്ലാത്ത, നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്നുള്ള ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്, ഗോതമ്പട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര അടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ 1.5 കപ്പ് മാവിൽ 5 അട നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയായാലും ശർക്കരയായാലും അതിൻ്റെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരയും ഉപ്പും ഒക്കെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വീണ്ടും മാവും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടൊക്കെ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ വേണമെന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു രീതിക്ക് വേണമെന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെ ആയിട്ടൊന്ന് കയ്യിൽ എടുത്ത് നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് കൈ ഒരല്പം വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം വേണം മാവ് എടുക്കാനായിട്ട്. മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ചെറിയൊരു ഉരുള പോലെ ആക്കിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കി തന്നെ നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്താൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും പരത്താൻ പാടില്ല. ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തി എടുക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ കട്ടിയുള്ള രീതിക്ക് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട്. ആവശ്യത്തിനൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും പുറം ഭാഗം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു സമയം നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കൊരു 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പൂർണ്ണമായിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പുറം ഭാഗം ഇതുപോലെ കുറച്ചൊന്ന് ചുവന്ന് വരും. ഈ ഒരു പരുവം വരേക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ മാവിലും അടയൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റിൽ തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.